എനിക്ക് 100% ഉറപ്പാണ്. അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും രാവിലെ തന്നെ ഒരു ഹിന്ദു ക്രിസ്ത്യനോ എണീറ്റിട്ട് ഇന്ന് അവനെ പോയി ലവ് ജിഹാദിയാക്കാം. ഇവൻ ഇന്നലെ ബീഫ് കഴിച്ചില്ലേ, അതിന്റെ പേരിൽ ഇവന്റെ കുടുംബത്തെയും ടോർച്ചർ ചെയ്യാം. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഈ നാട്ടിലുണ്ടാവില്ല എന്നുള്ളത്. എന്നിട്ട് മറ്റൊരു സ്റ്റേറ്റിന്റെ പേര് ഉപയോഗിക്കാതെ ഈ നാടിന്റെ പേര് മാത്രം ഉപയോഗിച്ച് കേരള സ്റ്റോറി 1, കേരള സ്റ്റോറി 2, ഇനി കേരള സ്റ്റോറി 3 വരും, കേരള സ്റ്റോറി 4 വരും ഉറപ്പാണ്. അത് അങ്ങനെ വരണച്ച കാരണം ഈ നാട്ടിലുള്ള ചിലരുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. സ്വന്തം മകനെ ദ്രോഹിച്ചതിന് ഉസ്താദിനെ പോയി തല്ലിയ പാരൻസിനെ അവർ കഞ്ചാവാണ്, ഉസ്താദിനെ തല്ലിയ നീയും നിന്റെ കുടുംബം നശിച്ചു പോകുമടാ, അല്ലെങ്കിൽ ഈ മകൻ കാരണമായിരിക്കും നിന്റെ കുടുംബത്തിന്റെ അന്ത്യം, ഇങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിശയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിന്റെ അടുത്തും തല്ലുകൊണ്ട് ആ കുട്ടിയെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ ഒരാൾ പോലും കമന്റ് ഇട്ടിട്ടില്ല. ഇതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട സാവരയുടെ കുടുംബത്തിനുള്ളത്. അവർ മീഡിയക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സദറുൽ അനാം അയാളെ ലവ് ജിഹാദിന് ശ്രമിച്ചു എന്നുള്ളത്. പക്ഷെ അത് അവരുടെ ആരോപണമല്ല. ഈ കുടുംബക്കാരുടെ അടുത്ത് ഈ സാവരയുടെയും സദറുൽ അനാമിന്റെയും കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾ അവർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഈ പറഞ്ഞ പയ്യൻ ഈ പെൺകുട്ടീൻ്റെ അടുത്ത് ലവ് ജിഹാദിനെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അത് പോരാഞ്ഞിട്ടാണ് അവൻ ടോർച്ചറും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ആ കുടുംബത്തിന്റെ നേരെ വരെ, ഈ മരണപ്പെട്ട പെൺകുട്ടിക്ക് നേരെ വരെ സൈബർ ആക്രമണമാണ് ഈ പറഞ്ഞ സുഡാപ്പികളുടെ അടുത്തുനിന്ന്. ഞാൻ കുറച്ച് കമന്റ്സ് ഇവിടെ ഷെയർ ചെയ്യാം. അതിന് മുമ്പ് ഈ വീഡിയോസ് നിങ്ങളൊന്ന് കാണണേ. വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളതാണ് ഈ പയ്യൻ എന്ന് പറയുന്നത്. ചെക്കൻ്റെ ഈ പയ്യന്റെ അച്ഛനും അമ്മയും എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇതാണ്. ചെക്കൻ്റെ അച്ഛനും അമ്മയും ഇവിടുത്തെ കേരള ഗവൺമെന്റിലെ ജീവനക്കാരാണെന്നാണ് കേട്ടത്. ചേട്ടനുള്ളത് ഡോക്ടറാണ്, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ച എനിക്കറിയില്ല, ആ ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് സാവരിന്റെ ബന്ധുവിന്റെ അടുത്ത്, ഈ പയ്യൻ നല്ല ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയ ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷമുള്ള ഓഡിയോ ക്ലിയർ അല്ല, അതിൻ്റെ ഇടയിൽ ഒരു ഓവർലാപ്പിംഗ് വരുന്നുണ്ട്. പക്ഷെ എന്താണ് അയാളുടെ ഉദ്ദേശം എനിക്ക് ക്ലിയർ ആവുന്നില്ല ഈ ഒരു ചോദ്യം കൊണ്ട്. അതായത് ഈ പയ്യൻ്റെ കുടുംബം നല്ല ഫിനാൻഷ്യലി സെറ്റിൽ ആയതുകൊണ്ട് ഈ കേസിൽ ഏതെങ്കിലും അട്ടിമറിക്കോ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താനോ സാധ്യതയുണ്ടെന്നാണോ അയാൾ ചോദിച്ചത്. സാവരി ഇപ്പോൾ ശരിക്കും നാട്ടിൽ വെക്കേഷൻ വരേണ്ടതാണ്, അതിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ഈ സദറുൽ അനാം എന്നുള്ള പറഞ്ഞ ആൾ ഈ കുട്ടീനെ തലയ്ക്ക് മാത്രമല്ല അടിച്ചിരിക്കുന്നത്, തലക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമെങ്കിലും ദേഹത്ത് അത് കൂടാതെ ഒരുപാട് ക്ഷതങ്ങളും മുറിവുകളും ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും റീപോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കാണാൻ സാധിച്ചിരിക്കുന്നത്. ഞാൻ ആ സാവരിയുടെ റിലേറ്റീവ് ഈ മീഡിയക്കാരോട് സംസാരിച്ചതിൻ്റെ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കാല് മുതൽ തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നൊന്നുമല്ലത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വളരെ അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല അവരെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു, അവിടെ ഇതിന് പോയ സമയത്തായിരുന്നു അതിന് അവർ അന്വേഷിക്കാൻ വന്നത്. അപ്പോൾ അവിടുത്തെ പിള്ളേർ പറഞ്ഞത് ഈ ചെക്കൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ചെക്കൻ ഈ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക. അവിടെയുള്ള ആ പിള്ളേർ അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അവൾ സമ്മതിച്ചില്ല. ഈ ലാസ്റ്റ് സമയത്തേക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും ആർക്കും അറിയില്ല എന്നാണ് ആ പിള്ളേർ പറഞ്ഞത്. കാരണം അത് എന്നോടല്ല, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞാണ്, അവരത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ എംബസിയിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ആൾ വന്നിരുന്നു, അവരോട് അത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ എന്താ പറയുക അംബാസഡർ അവരും അറിഞ്ഞിട്ടുണ്ട് ഇതെല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് സത്യത്തിൽ ഉണ്ടായിരുന്നത്. ഈ കൊലപാതകത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത്, ഇതിൻ്റെ മോട്ടീവ് എന്താണെന്ന് കറക്റ്റ് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇതിനറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ വളരെയേറെ ഉപദ്രവിച്ചിട്ടാണ് ഈ കുട്ടിയെ മോളെ കൊന്നിട്ടുള്ളത്. അതായത് ദേഹത്ത് മുറിവ് വരാത്തൊരു ഭാഗങ്ങൾ ഉണ്ടായിട്ടില്ല ശരീരത്തിൽ, അത്ര ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ പോയിട്ട് നമുക്ക് ഇതിൻ്റെ കേസിൻ്റെതായ യാതൊരു കാര്യങ്ങളും കിട്ടുന്നില്ല. പക്ഷേ എംബസിയിൽ നിന്ന് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് അവർ ഒരുപാട് ഹെൽപ്പാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എംബസിയിൽ നിന്നാണെങ്കിൽ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടുത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ അവിടുന്ന് ഇത് കേസ് ബലമുള്ളതാണ്, 10 കൊല്ലം 15 കൊല്ലമൊക്കെ അവർക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില പുറത്തുനിന്ന് അങ്ങനെ കേട്ടതാണ്, ചിലപ്പോൾ പെട്ടെന്ന് പോരാ അങ്ങനെയൊക്കെ ഒരു ഇത് വന്നത്. അങ്ങനെ വന്നാൽ ഒരു കാരണവശാലും ആ ചെക്കൻ രക്ഷപ്പെടരുത് എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ റീപോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ കേസ് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. മരണമടഞ്ഞ സാവരിയുടെ വീട്ടിലാണ് എല്ലാ മാധ്യമപ്രവർത്തകരും ഉള്ളത്. അവരുടെ കുടുംബക്കാരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് സംഭവങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകരെ പോലും ഞാൻ ഈ കൊന്ന ഈ സദറുൽ അനാം എന്നുള്ള പറഞ്ഞ ആളുടെ അടുത്തോ ആളുടെ വീട്ടിലോ അല്ലെങ്കിൽ ആ ആളുടെ പാരൻസിൻ്റെ അടുത്തോ സഹോദരനൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ആ സഹോദരൻ്റെ അടുത്തോ സംസാരിക്കുന്നതായോ
അവരുടെ അടുത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് എടുക്കുന്നതായ ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ല. സാവരിയുടെ എല്ലാ ഡീറ്റെയിൽസും പബ്ലിക്കായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. ഈവൻ ആ കുട്ടിയുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി വരെ ന്യൂസിൽ ഞാൻ കണ്ടതാണ്. പിന്നെ സാവരിയുടെ വീട്ടുകാരല്ല, ഈ സദറുൽ അനാം എന്നുള്ള വ്യക്തി സാവരിയുടെ അടുത്ത് ലവ് ജിഹാദിന് ശ്രമിച്ചു എന്ന് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അവരുടെ അടുത്ത് ഈ രണ്ടുപേരുടെയും കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സദറുൽ അനാം എന്നുള്ള വ്യക്തി ലവ് ജിഹാദിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, സാവരിയനെ മതം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത്. അല്ലാണ്ട് വീട്ടുകാരുടെ മാത്രം ആരോപണമല്ല, അത് കൂടെ പഠിച്ചിരുന്നവരും കൂടി എന്ന് സാക്ഷിയാണ്. ഇനി ഞാൻ കുറച്ച് കമൻസ് വായിച്ചുതരാം. ഈ ഒരു മരണവാർത്തൻ്റെ താഴെ വന്ന കുറച്ച് സമാധാന മതക്കാരുടെ കമൻസാണ്. മിസ്റ്റർ ഷബീർ അലി പറയുന്നത്, ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇതിൽ മതം കയറ്റിയതാവാനാണ് 99% സാധ്യത എന്നുള്ളത്. മിസ്റ്റർ രമീസ് PC, അദ്ദേഹം ഭയങ്കര കണ്ടുപിടുത്തക്കാരനാണ്. പോലീസിലുള്ള ആരെങ്കിലും ഉപദേശിച്ചോ എന്നാണ് മിസ്റ്റർ രമീസ് PC പറയുന്നത് ഇതിൽ. മിസ്റ്റർ നിയാസ് മംഗലത്ത് MPM പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കേസിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് വിദേശത്ത് മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് ജയിലിടാൻ. വിദേശത്ത് എന്തിനാണ് മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് ജയിലിടുന്നത്? അവൻ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത്, ഇതെന്നെ പോരെ അവനെ ജയിലിടാൻ? നീയൊക്കെ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത്? ഇനിയൊരാളുണ്ട് സുബൈർ ബാവ എന്ന് പറഞ്ഞു. അങ്ങേര് ഭയങ്കര ബുദ്ധിമാനാണ്, ഭയങ്കര കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഈ സംഭവം, ഈ ഒരു ലവ് ജിഹാദ് ആരോപണത്തെക്കുറിച്ചുണ്ടല്ലോ, ലവ് ജിഹാദ് ആണ് ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം ഭയങ്കരമായിട്ട് പഠനം നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വായിച്ചുതരാം നിങ്ങൾക്ക്. ഇതിൽ മതം കയറിയത് കൊണ്ട് 3 കാര്യങ്ങളുണ്ട്. കൊലപാതകത്തെ കൂടാതെ മതം മാറാൻ നിർബന്ധിച്ചതിനും കൂടി വകുപ്പ് എടുത്ത് കേസ് എടുത്ത് വധശിക്ഷ നൽകാം. ഓക്കെ. മാധ്യമ ശ്രദ്ധ ഇങ്ങനെ പിടിച്ചുപറ്റിയാൽ ബലിദാനി പട്ടം കിട്ടും. ബലിദാനികളുടെ കുടുംബത്തിന് അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് നല്ലവണ്ണം കിട്ടും. കൂടാതെ കേന്ദ്രമന്ത്രി, പ്രധാനമന്ത്രി എന്നിവരെല്ലാം വീട് സന്ദർശിച്ച് പരമാവധി റീച്ചും കിട്ടും. അതോടെ ബന്ധുക്കൾക്ക് മിനിമം പഞ്ചായത്ത് വാർഡിലെങ്കിലും മത്സരിക്കാനുള്ള യോഗ്യതയാവും. എടാ സുബൈർ ബാവ എന്നുള്ള ഡാഷ് മോനെ, നിന്റെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ ഒരാളെ കൊലയ്ക്ക് കൊടുത്തിട്ട് വേണം ആ കുടുംബത്തിന് പ്രധാനമന്ത്രിൻ്റെയും കേന്ദ്രമന്ത്രിമാരെയൊക്കെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനും വാർഡിലെ ഇലക്ഷന് മത്സരിക്കാനും? നീയും നിന്റെ വീട്ടുകാരും ചിലപ്പോൾ അതങ്ങനെ ചെയ്യണ്ടായിരിക്കും. അതുപോലെ നാട്ടുകാരെല്ലാവരും അതുപോലെയാണ് കരുതിട്ട് മനസ്സിലട മോനെ. എന്തായാലും ഈ ഒരു ഇഷ്യൂ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ KC വേണുഗോപാൽ ഇവർക്കൊരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. സാവരിയുടെ ഫാമിലി ഈ നടപടികളൊക്കെ എത്രയും പെട്ടെന്ന് നടത്താൻ സഹായിച്ചതിന്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ആരാണ് തെറ്റ് ചെയ്തെങ്കിലും അയാൾ ശിക്ഷിക്കപ്പെട്ടെ, സാവരിയയ്ക്ക് നീതി ലഭിക്കട്ടെ.